മഹേന്ദ്ര താർ റോക്സിൻ്റെ വളരെ വ്യത്യസ്തമായ സി ഷേപ്പിലുള്ള DRLാണ് നമ്മളിപ്പോൾ കണ്ടത്. ഗ്രില്ലിന് കറുപ്പ് നിറമാണുള്ളത്. അതുപോലെ തന്നെ വളരെ ശക്തി തോന്നിക്കുന്ന രീതിയിലുള്ള സ്കിഡ് പ്ലേറ്റ് ഉൾക്കൊള്ളിച്ചതുപോലെയുള്ള വലിയ ബമ്പർ നൽകിയിരിക്കുന്നു. 19 ഇഞ്ചിൻ്റെ വലിയ ടയറുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ മനോഹരമായ അലോയ് വീലുകൾ ആണ് ഉള്ളത്. ഉള്ളിലേക്ക് അനായാസമായി കയറാനായി വലിയ നീളത്തിലുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വലിയ സൺറൂഫാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ക്ലാസിക് ലുക്കുള്ള റൗണ്ട് AC വെൻറ്റുകൾ നൽകിയിരിക്കുന്നു. അതുപോലെ ഡോർ പാഡിലും ഡാഷിലും ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കും ലെതറും ഉപയോഗിച്ചിരിക്കുന്നു. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും വെൻറ്റിലേറ്റഡുമായ ഫ്രണ്ട് സീറ്റുകളാണ് ഈ വാഹനത്തിനുള്ളത്. ഏറ്റവും ബാക്കിലായി ത്രികോണാകൃതിയിൽ കറുപ്പ് ചട്ടക്കൂടിലുള്ള ഗ്ലാസ് നൽകി വ്യത്യസ്തത വരുത്തിയിരിക്കുന്നു. പിൻഭാഗത്തും 3 പേർക്ക് സുഖമായിരിക്കാവുന്ന സൗകര്യമുണ്ട്. അതുപോലെ സൺറൂഫ് പിൻ സീറ്റിൻ്റെ മുകളിൽ വരെ എത്തി നിൽക്കുന്നു. പിൻഭാഗത്ത് പഴയകാല ജീപ്പുകളെ ഓർമ്മിക്കുന്ന രീതിയിൽ സ്റ്റെപ്പിനി ടയർ ഘടിപ്പിച്ചിരിക്കുന്നു. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ XUV9S നമുക്കൊന്ന് കാണാം. ഇത് 700 XUVയുടെ അതേ രൂപം തന്നെയാണ് ഈ വണ്ടിക്ക് സൈഡ് പ്രൊഫൈലിലും പുറകിലും ഒക്കെ കാണാനുള്ളത്. എന്നാൽ വശക്കാഴ്ചയിൽ പൂർണ്ണമായും മഹീന്ദ്രയുടെ തന്നെ 700യുടെ അതേ ലുക്കാണ്, അതേ വണ്ടി തന്നെയായിട്ട് അനുഭവപ്പെടുന്നു. 18 ഇഞ്ച് വീലുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതിൽ മനോഹരമായ അലോയ് സെക്കൻഡ് റോ സീറ്റുകൾ നല്ല തൈ സപ്പോർട്ടും തങ് സപ്പോർട്ടും ഉള്ളതും വെൻറ്റിലേറ്റഡുമാണ്. വിശാലമായ സീറ്റായതിനാൽ അഡ്ജസ്റ്റ് ചെയ്താൽ 4 പേർക്ക് തന്നെ ഇരിക്കാനുള്ള ഇടയിവിടെയുണ്ട്. ഡോർ പാഡുകൾ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിലും ക്വാളിറ്റിയിലും ചെയ്തിരിക്കുന്നു. വളരെ വലിയ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടാണ് സെൻട്രൽ കൺസോളിലുള്ളത്. അതിലെല്ലാ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അതിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. വലുതും സൗകര്യപ്രദവും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമായ വലിയ സീറ്റുകളാണ് വെൻറ്റിലേറ്റഡായി മുന്നിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോഴുള്ള പല വാഹനങ്ങളിലെയും പോലെ പറഞ്ഞാൽ തീരാത്തത്ര ഫീച്ചറുകൾ ഈ വാഹനത്തിൽ കുത്തി നിറച്ചിട്ടുണ്ട്. വേരിയൻറ്റുകളുടെ വ്യത്യാസമനുസരിച്ച് 521 കിലോമീറ്റർ, 600 കിലോമീറ്റർ, 679 കിലോമീറ്റർ എന്നിവയാണ് ഇവയുടെ റേഞ്ചുകൾ.